ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ റമദാന് കഴിയാനായി. നിങ്ങൾ വിചാരിക്കും ലാസ്റ്റ് കൊണ്ടുപോയിട്ട് എന്താ ഈ ഒരു റെസിപ്പി ഇട്ടെന്ന്. എന്നാലും ഞാൻ എല്ലാവരും ഒക്കെ ഉണ്ടാക്കുന്നത് അറിയാമെന്നറിയാം. എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതി ഞാൻ കാണിച്ചു തരാം. നല്ല ടേസ്റ്റിലുള്ള കസ്റ്റേർഡ് തരികാച്ചിതാണ്. എല്ലാവരും ഉണ്ടാക്കലുണ്ട്, പക്ഷേ ഇത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാനൊരു പാൻ എടുത്തിട്ട് ഒരു 4 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര വേണ്ടാത്തവർക്കൊന്നും ഇത്ര എടുക്കണ്ടല്ലോ, പകുതി എടുത്താൽ മതി. അപ്പോൾ പാലും വെള്ളവും കൂടി എടുക്കുന്ന ആൾക്കാരുണ്ട്. വേണേൽ പകുതി പാലും പകുതി വെള്ളം എടുക്കുക. ഞാനിന്നിപ്പോൾ പാല് മാത്രമാണ് എടുക്കുന്നത്. അതുപോലെ പാലിന് പകരം തേങ്ങാപ്പാൽ എടുക്കുന്നവരുണ്ട്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും എടുക്കുക, നിങ്ങളുടെ ചോയ്സ്. അപ്പോൾ അതിൽ ആവശ്യത്തിന് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പിഞ്ച് സോൾട്ടും കൂടി ചേർത്ത് കൊടുക്കാം. മധുരത്തിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, ഓരോരുത്തരുടെ ടേസ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ, കാരണം നോമ്പ് തുറന്ന് നോക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട് കുറച്ചേ ഇട്ടിട്ടുള്ളൂ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു കസ്റ്റേർഡ് പൗഡറാണ്. ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ കസ്റ്റേർഡ് പൗഡർ. നമുക്കൊരു 1/4 ഗ്ലാസ് പാലെടുത്തിട്ട് അതിൽ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. കട്ടയില്ലാതെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. കസ്റ്റാർഡ് പൗഡർ കൂടിപ്പോണ്ട, കാരണം നമ്മൾ തരികാച്ചയിൽ കട്ടി കൂട്ടുന്ന സാധനമാണ്. പിന്നെ ഓൾറെഡി കട്ടി ഉണ്ടാകുന്ന സാധനമാണ് ഈ തരി. പിന്നെ അതുപോലെ തന്നെ കസ്റ്റാർഡ് പൗഡറും ഒരുപാട് കട്ടിയായിപ്പോൾ അപ്പോൾ നമ്മൾ കുറച്ചാണ് ചേർക്കണ്ടു. പാൽ ചൂടായി വരുന്നൊരു ടൈമിൽ ഞാൻ കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ കണ്ടിന്യൂ ആയിട്ട് ഇളക്കണേ, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിച്ചു. ഫ്ലെയിം ഒന്ന് കുറക്കുക, എന്നിട്ട് കണ്ടിന്യൂ ആയിട്ട് ഇളക്കുക. അപ്പോൾ ഞാൻ എടുത്ത തരീൻ്റെ അളവാണ് ഇത്. 1/4 കപ്പും അതിൽ കുറച്ചും, 1/2 കപ്പ് കംപ്ലീറ്റ് ഇല്ല, 1/4 കപ്പും എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലെ കുറച്ച് കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഗ്ലാസ് പാൽ കൊണ്ട് ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ തരി മാത്രം ചേർത്താൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ടി കൂടിപ്പോവും. പിന്നെ ലാസ്റ്റ് നമ്മൾ വീണ്ടും പാൽ ചേർക്കണം. കട്ടി കൂടിപ്പോയ പ്രശ്നമൊന്നുമില്ല, പാലോ വെള്ളമോ ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി എടുത്താൽ മതി. പക്ഷേ പൊതുവേ ടേസ്റ്റ് തരികാച്ചിൻ്റെ ടേസ്റ്റ് നല്ല നേർത്ത തരികാച്ചിയതാണ് ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ അതൊന്ന് തിളക്കുമ്പോഴേക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കുന്നുണ്ട്. തിളക്കുമ്പോഴേക്ക് പിന്നെ നമുക്ക് ഗീയിലൊന്ന് കാഷ്യൂനട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. തരിയും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കുക. കാരണം ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, പെട്ടെന്ന് കട്ടി കൂടുന്ന ഐറ്റംസാണ് നമ്മൾ രണ്ടും ചേർത്തിട്ടുള്ളത്. കസ്റ്റാർഡ് പൗഡർ മിക്സും അതുപോലെ തന്നെ റവയും. അപ്പോൾ നമ്മുടെ തരികാച്ചി തിളച്ച് വരുന്നുണ്ട്. പെട്ടെന്ന് കഴിയും, ഈസിയാണ്. എപ്പോഴും കഞ്ഞിയെല്ലാം കുടിച്ചിട്ടും എടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങൾ. സാധാരണ ട്രഡീഷണൽ തരികാച്ചി വേണ്ടുന്നവർ ഇത് ഉണ്ടാക്കണ്ട. അല്ലാത്ത ന്യൂജൻ ആൾക്കാർക്ക് എന്തായാലും ഇതിഷ്ടാവും. പിന്നെ നല്ലൊരു ടേസ്റ്റ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. കാഷ്യൂനട്ട് റോസ്റ്റ് ചെയ്തും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മളെ തരികാച്ചി ഇവിടെ റെഡിയായി. അതുകൊണ്ട് എല്ലാവരും എല്ലാ ദിവസവും ഉണ്ടാക്കുന്നതിൽ നിന്നൊന്ന് മാറ്റി പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. എന്നിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലല്ലേ നിങ്ങളൊന്ന് കമൻസിലൂടെ ഒന്ന് അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഇൻഷാല്ലാ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. അതുപോലെ തന്നെ അഡ്വാൻസ് ആയിട്ട് എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്ക്.